നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ. ടാറ്റയുടെ വസ്ത്ര ബ്രാൻഡായ സ്റ്റുഡിയോയ്ക്കെതിരെ ജമാഅത്തെ ഇസ്ലാമി. സ്റ്റുഡിയോയിൽ നിന്ന് വസ്ത്രം വാങ്ങരുതെന്ന് വിദ്യാർത്ഥി സംഘടന SIO. ടാറ്റ ബഹിഷ്കരണം ഇസ്രയേലുമായി സഹകരിക്കുന്നതിനാൽ സ്റ്റുഡിയോയ്ക്ക് പിന്തുണയുമായി വലതുപക്ഷ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ. ബംഗളൂരുവിൽ ചികിത്സയ്ക്ക് പോകുമ്പോൾ വാഹനാപകടത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് പരിക്ക്. അച്ഛൻ മരിച്ചു. അമ്മയും പരിക്കേറ്റ ആശുപത്രിയിൽ. അപകടം തമിഴ്നാട്ടിലെ ധർമ്മപുരിക്കടുത്ത്. കാർ ലോറിക്ക് പിന്നിലിടിച്ച് അപകടം. ഗവർണർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് CPI. RSS ചിത്രം സർക്കാർ പരിപാടികളിൽ അനുവദിക്കില്ല. നാളെ ദേശീയ പതാക ഉയർത്തി വൃക്ഷത്തൈ നടും. ഇന്ത്യയുടെ പ്രതീകം ഭാരതാംബയല്ല, ദേശീയ പതാകയെന്നും CPI. ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ മേൽപ്പാലം ചെനാബിൽ രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി. പഹൽഗാം ആക്രമണം നടന്ന ശേഷം മോദിയുടെ ആദ്യ കാശ്മീർ സന്ദർശനം. പെരുന്നാൾ അവധി വിവാദം നിലമ്പൂരിൽ ഉന്നയിച്ച UDF. അനാവശ്യമെന്ന് LDF. ഇരു മുന്നണികളും പ്രീണന രാഷ്ട്രീയം കളിക്കുന്നെന്ന് BJP. പെൻഷൻ പറഞ്ഞു വോട്ട് നേടാൻ ഇടതു ക്യാമ്പ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. സൗമ്യത മുഖമുദ്രയാക്കി പാർട്ടിയെ നയിച്ച തെന്നലയുടെ അന്ത്യം തിരുവനന്തപുരത്ത്. സംസ്കാരം നാളെ തൈക്കാട് ശാന്തി കവാടത്തിൽ. നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസിന് വധഭീഷണി മുഴക്കി പ്രൊഡക്ഷൻ കൺട്രോളർ റെനി ജോസഫ്. അച്ഛനെ അപായപ്പെടുത്തുമെന്നും ഭീഷണി. ഫോൺ വിളിക്ക് പിന്നാലെ വാട്സപ്പ് ഗ്രൂപ്പിലും സന്ദേശം. പരാതി പോലീസ് കാര്യമായി അന്വേഷിക്കുന്നില്ലെന്ന് സാന്ദ്ര. വിശദമായി കിടക്കുമ്പോൾ ഇസ്രയേലുമായി സഹകരിക്കുന്നത് കൊണ്ട് ടാറ്റ ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ SIIയുടെ നീക്കത്തിനെതിരെ സംഘപരിവാർ സംഘടനകൾ രംഗത്തു വന്നു കഴിഞ്ഞു. പശ്ചിമേഷ്യൻ വിഷയത്തിൽ നടക്കുന്ന പ്രതീകാത്മക പ്രതിഷേധമെന്ന് SIOയും രാജ്യത്തിനകത്ത് നടന്ന ഭീകരാക്രമണങ്ങളിൽ SIO നിശബ്ദത പാലിച്ചുവെന്ന് സംഘപരിവാർ കേന്ദ്രങ്ങളും ഉന്നയിക്കുന്നു. ടാറ്റ ഗ്രൂപ്പ് ഇസ്രയേലുമായി സൈനിക സഹകരണം നടത്തുന്നുവെന്ന് ആരോപിച്ചാണ് ബഹിഷ്കരണ ക്യാമ്പയിൻ. പാലസ്തീനിലെ ഇസ്രയേലിന്റെ കൂട്ടക്കുരുതിക്ക് ടാറ്റ ഗ്രൂപ്പിനും ഉത്തരവാദിത്തമുണ്ടെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ SIOയുടെ ആരോപണം. കഴിഞ്ഞ ദിവസം ടാറ്റ ഗ്രൂപ്പിന്റെ കീഴിലെ വസ്ത്രവിതരണ സ്ഥാപനമായ സ്റ്റുഡിയോയുടെ കോഴിക്കോട് ഷോറൂമിലേക്ക് പ്രതിഷേധ പ്രകടനം നടന്നു. സ്റ്റുഡിയോയ്ക്ക് പുറമെ ഇസ്രയേലുമായി സഹകരണമുള്ള മുൻനിര ബ്രാൻഡുകളെയും SIO ബഹിഷ്കരണ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പെരുന്നാൾ ദിനത്തിൽ വസ്ത്രങ്ങൾ എടുക്കുമ്പോൾ ഗാസ വംശഹത്യയെ പിന്തുണയ്ക്കുന്ന ബ്രാൻഡുകളെ ഒഴിവാക്കണമെന്നതാണ് ക്യാമ്പയിൻ. പാലസ്തീന ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുള്ള പ്രതീകാത്മക പ്രതിഷേധമെന്നാണ് SIOയുടെ വാദം. സ്റ്റുഡിയോ മാത്രമല്ല ബഹിഷ്കരിക്കുന്നത് എന്ന് തുടക്കത്തിൽ ഞാൻ അതുകൊണ്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു സിംബോളിക് മാത്രമാണ്. അതല്ലാത്ത ധാരാളം കമ്പനികൾ SIO നേരത്തെ തന്നെയും ഇറക്കിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ ബോയ്ക്കോട്ട് മൂവ്മെന്റുകളുമായി ബന്ധപ്പെട്ടുള്ള കണ്ടന്റുകൾ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ജമാഅത്തെ ഇസ്ലാമിയുടെ നീക്കത്തിനെതിരെ സംഘപരിവാർ കേന്ദ്രങ്ങൾ രംഗത്തു വന്നു. രാജ്യത്ത് നടന്ന പെഹൽഗാം സംഭവത്തിൽ നിശബ്ദത പാലിച്ചവർ പശ്ചിമേഷ്യൻ വിഷയത്തിൽ മാത്രം ശബ്ദമുയർത്തുന്നതിനെയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ബഹിഷ്കരണത്തെ എതിർത്തും അനുകൂലിച്ചും ചർച്ചകൾ സജീവമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നടൻ ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ വാഹനാപകടത്തിൽ മരിച്ചു. തമിഴ്നാട്ടിലെ ധർമ്മപുരിക്ക് അടുത്തുവെച്ച് ഷൈനും കുടുംബവും സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഷൈനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സേലം ബംഗളൂരു ദേശീയപാതയിൽ ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. ഷൈന്റെ ചികിത്സയ്ക്കായി തൃശൂരിൽ നിന്നും ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്നു കുടുംബം. ധർമ്മപുരി ജില്ലയിലെ പാലക്കോട് വെച്ച് മുൻപിൽ പോവുകയായിരുന്ന ലോറിയിൽ കാർ ഇടിക്കുകയായിരുന്നു. അച്ഛനും അമ്മയും സഹോദരനും ഡ്രൈവറുമായിരുന്നു ഒപ്പമുണ്ടായിരുന്നത്. അപകടം നടന്നയുടൻ പരിക്കേറ്റവരെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും
ചാക്കോയുടെ ജീവൻ രക്ഷിക്കാനായില്ല. കാറിന്റെ മുൻഭാഗത്തെ സീറ്റിലാണ് ചാക്കോയും ഭാര്യ മരിയ കാർമലും ഇരുന്നത്. ഷൈൻ ഏറ്റവും പിൻസീറ്റിൽ കിടന്നുറങ്ങുകയായിരുന്നു. മുൻ സീറ്റിലായിരുന്നു സഹോദരൻ ജോൺ ചാക്കോ. ഡ്രൈവറും പിഎയുമായ പാച്ചു ആയിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. ഷൈന്റെ കൈക്കാണ് പരിക്കേറ്റത്. അമ്മയുടെയും സഹോദരന്റെയും ഡ്രൈവറുടെയും പരിക്ക് നിസ്സാരമാണ്. ഷൈന്റെ സഹപ്രവർത്തകരും അടുത്ത ബന്ധുക്കളും ധർമ്മപുരി മെഡിക്കൽ കോളേജിലെത്തി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കും. പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഷൈന് എല്ലാ പിന്തുണയും നൽകിയിരുന്ന വ്യക്തിയായിരുന്നു ചാക്കോ. ന്യൂസ് 18 കൊച്ചി. ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഗവർണർക്കെതിരെ CPI പ്രത്യക്ഷ സമരത്തിന് ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് പി സന്തോഷ് കുമാർ MP രാഷ്ട്രപതിക്ക് കത്ത് നൽകി. RSS ചിത്രം ഔദ്യോഗിക പരിപാടികൾക്ക് ഉപയോഗിക്കുന്നതിനെതിരെയും കത്തിൽ പരാമർശിക്കുന്നുണ്ട്. നാളെ എല്ലാ ബ്രാഞ്ചുകളിലും ദേശീയ പതാക ഉയർത്തി വൃക്ഷത്തൈകൾ നടാനും CPI ആഹ്വാനം ചെയ്തു. VV അരുൺ ചേരുന്നു. അരുൺ, സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ഗവർണർക്കെതിരെ രംഗത്തെത്തുന്നത് CPI ആണ്. കഴിഞ്ഞ ദിവസത്തെ സംഭവം തന്നെയാണ് അതിന് കാരണമായിരിക്കുന്നത്. എന്താണ് CPIയുടെ കടുത്ത നീക്കങ്ങൾ? ഈ വിഷയത്തിൽ കൂടുതൽ പ്രത്യക്ഷ നീക്കങ്ങൾ CPIയിൽ നിന്നും പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും ഇന്ന് പരിസ്ഥിതി ദിനത്തിൽ രാജ്ഭവനിൽ നടക്കാനിരുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് CPI ഗവർണർക്ക് ആദ്യം രംഗത്ത് വന്നത്. ഇപ്പോൾ CPI അതൊരു ക്യാമ്പയിനായി തന്നെ ഏറ്റെടുക്കുകയാണ്. അല്പസമയം മുമ്പ് CPIയുടെ പാർലമെന്ററി പാർട്ടി നേതാവ് പി സന്തോഷ് കുമാർ രാഷ്ട്രപതിക്ക് ഒരു കത്ത് നൽകി. കത്തിലെ പ്രധാന ആവശ്യം ഭരണഘടനാ മൂല്യങ്ങൾ, ഭരണഘടനാ തത്വങ്ങൾ അട്ടിമറിക്കുന്ന ഗവർണറെ തിരിച്ചു വിളിക്കണം. RSSന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സർക്കാരുകൾ തമിഴ്നാട്ടിലെയും ഗവർണർമാർ ശ്രമിക്കുന്നത്. സർക്കാരുകളെ അട്ടിമറിക്കാനുള്ള അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൽ നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്യുന്നു. ഇന്നലെ തന്നെ രാജ്ഭവനിലെ പരിപാടിയിൽ നിന്ന് മന്ത്രിക്ക് വിട്ടുനിൽക്കേണ്ടി വന്നത് ഭാരതാംബയുടെ പ്രത്യേക തരത്തിലുള്ള ഒരു ഇമേജ്, അതിൽ ഇത്തരത്തിലുള്ള പുഷ്പാർച്ചന നടത്തണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചതുകൊണ്ടാണ് കൃഷിമന്ത്രിക്ക് ആ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിലും തമിഴ്നാട്ടിലും ഗവർണർമാർ ഉപയോഗിച്ച് ഗവർണർമാരെ RSSന്റെ ഏജന്റുമാരായി മാറ്റുന്ന ഗുരുതരമായ പരാമർശമാണ് CPIയുടെ പാർലമെന്ററി പാർട്ടി നേതാവ് സന്തോഷ് കുമാർ നൽകിയ കത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഗവർണർ ഭരണഘടനാ മൂല്യങ്ങൾ, ഭരണഘടനാ തത്വങ്ങൾ ലംഘിച്ച ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാണ് CPIയുടെ കത്തിലെ ആവശ്യം. സംസ്ഥാനത്തും സമാനമായ പ്രതിഷേധ പരിപാടികൾ CPI ആഹ്വാനം ചെയ്യുന്നുണ്ട്. എല്ലാ ബ്രാഞ്ച് കേന്ദ്രങ്ങളിലും ഭാരതാംബയുടെ യഥാർത്ഥ ചിത്രം വെച്ചുകൊണ്ട് പുഷ്പാർച്ചന നടത്താനും അതുപോലെ തന്നെ അവിടെ വൃക്ഷത്തൈ നടാനുമാണ് CPIയുടെ സംസ്ഥാന കൗൺസിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അല്പസമയം ബിനോവിഷത്തിന്റെ വാർത്താക്കുറിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. ഗവർണർക്കെതിരെ കടുത്ത നിലപാട് തുടരാൻ തന്നെയാണ് CPIയുടെ തീരുമാനം. മുഖ്യമന്ത്രിയുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് രാജ്ഭവനിലെ പരിപാടി ഇന്നലെ കൃഷിമന്ത്രി പി പ്രസാദ് ഒഴിവാക്കിയത്. CPM നേതാക്കളും ഗവർണർക്ക് നിലപാടെടുത്ത് രംഗത്ത് വരുന്നുണ്ട്. ഇന്നലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അതുപോലെ തന്നെ മന്ത്രി P രാജീവും ഒക്കെ കടുത്ത വിമർശനം ഗവർണർക്കെതിരെ ഉയർത്തിയിരുന്നു. പക്ഷേ ഒരു പടി കൂടി കടന്നുള്ള നീക്കമാണ് ഇപ്പോൾ CPI ഗവർണർക്കെതിരെ നടത്തുന്നത്. അരുൺ സൂചിപ്പിച്ചതുപോലെ ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ഗവർണർ സർക്കാർ ഏറ്റുമുട്ടൽ പുതിയ തലത്തിലേക്ക് വരുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ. എന്തായാലും മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ പരസ്യ പ്രതിഷേധത്തിനോ പ്രതികരണത്തിനോ തയ്യാറാവാനും സാധ്യതയുണ്ട്. ആലപ്പുഴ ചേർത്തലയിൽ മന്ത്രി പി പ്രസാദിന്റെ ഓഫീസിന് മുന്നിൽ BJPയുടെ പ്രതിഷേധം. രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിന ആഘോഷ പരിപാടി ബഹിഷ്കരിച്ച നടപടിയിലാണ് പ്രതിഷേധം. ഓഫീസിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് പുഷ്പാർച്ചന നടത്തിയായിരുന്നു പ്രതിഷേധം. ഗവർണർ നടപ്പിലാക്കുന്നത് RSSന്റെ രാഷ്ട്രീയ അജണ്ടയെന്ന് RJD സംസ്ഥാന സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ്. കൃഷിമന്ത്രിയുടെ നിലപാട് ശരിയാണ്. രാജ്ഭവനെ പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രചരണത്തിനായി ഉപയോഗിക്കുന്നത് ശരിയല്ല. ഇതിനെതിരെ രാഷ്ട്രപതിക്ക് കത്ത് നൽകുമെന്നും വർഗീസ് ജോർജ് വ്യക്തമാക്കി. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോകുമ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവും KPCCയുടെ മുൻ അധ്യക്ഷനുമായ തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. 94 വയസ്സായിരുന്നു. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 1:30 തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും. രാഷ്ട്രീയത്തിലും വ്യക്തിജീവിതത്തിലും അടിമുടി മാന്യതയുടെ അടയാളമായി നിന്ന നേതാവായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അപമാനിതനായി പടിയിറങ്ങേണ്ടി വന്നപ്പോൾ പോലും മുഖഭാവം കൊണ്ടുപോലും അദ്ദേഹം പ്രതിഷേധിച്ചില്ല എന്നതാണ്
തെന്നല ബാലകൃഷ്ണപിള്ളയുടെ പ്രത്യേകത. രാഷ്ട്രീയത്തിലെ അസാധാരണമായ മാതൃകയായിരുന്നു അദ്ദേഹം. അടിമുടി മാന്യൻ, സ്വാത്വികൻ, വ്യക്തിജീവിതത്തിലും രാഷ്ട്രീയത്തിലും അത്യസാധാരണമായ മാതൃക. അധികാരത്തെയും അധികാരനഷ്ടത്തെയും ഒരുപോലെ കണ്ട നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള. ഈ ഒറ്റ സംഭവം മതി തെന്നല ബാലകൃഷ്ണപിള്ള എന്ന നേതാവിനെ അടയാളപ്പെടുത്താൻ. 2001 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ്. 99 സീറ്റോടെ UDF നേടിയത് ഉജ്ജ്വല വിജയം. കോൺഗ്രസിനു മാത്രം 63 MLA-മാർ. കോൺഗ്രസിൽ AI ഗ്രൂപ്പ് തർക്കം കത്തിനിന്ന കാലം. കെ കരുണാകരനും AK ആന്റണിയും ഇരുപക്ഷത്തു നിന്നുള്ള പോരിനൊടുവിൽ ഒത്തുതീർപ്പ് വന്നു. A ഗ്രൂപ്പിൽ നിന്നും AK ആന്റണി മുഖ്യമന്ത്രി, I ഗ്രൂപ്പിൽ നിന്നും കെ കരുണാകരൻ്റെ മകൻ കെ മുരളീധരൻ KPCC അധ്യക്ഷൻ. UDF-ന് ചരിത്ര വിജയം നേടിക്കൊടുത്ത KPCC അധ്യക്ഷൻ തെന്നല ബാലകൃഷ്ണപിള്ളയാണ് അന്ന് നിഷ്കരണം ഒഴിവാക്കിയത്. മുഖഭാവം കൊണ്ടുപോലും പ്രതിഷേധിക്കാതെ തെന്നല സ്ഥാനമൊഴിഞ്ഞു. തെന്നലെ പോലെ അത്യപൂർവം നേതാക്കൾക്ക് മാത്രം കഴിയുന്ന ഒന്നാണത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ എൻ്റെ ജ്യേഷ്ഠ സഹോദരനായിരുന്നു അന്തരിച്ച ശ്രീ തെന്നല ബാലകൃഷ്ണൻ. കേരളത്തിലെ കോൺഗ്രസിലെ സർവാദരണീയനായ നേതാവ് ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ളയായിരുന്നു. അദ്ദേഹത്തിന് കോൺഗ്രസിൽ എതിരാളികളില്ല. എല്ലാവരും അദ്ദേഹത്തിൻ്റെ മിത്രങ്ങളും സുഹൃത്തുക്കളും ശിഷ്യന്മാരും അനുയായികളുമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിൽ തർക്കമുണ്ടായാൽ തെന്നലയുടെ തീരുമാനമാണ് അവസാന തീരുമാനം. ആരായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള എന്ന അടയാളപ്പെടുത്തലാണ് ഈ വാക്കുകൾ. ഇടതു വിപ്ലവത്തിൻ്റെ നാടായ കൊല്ലം ജില്ലയിലെ ശൂരനാടാണ് ജന്മമെങ്കിലും തെന്നലയുടെ വഴി ചെറുപ്പത്തിലെ കോൺഗ്രസിൻ്റേതായിരുന്നു. വാർഡ് കമ്മിറ്റി അംഗമായി തുടക്കം. ബ്ലോക്ക്, മണ്ഡലം, ജില്ല വഴി പടിപടിയായി കടന്നാണ് KPCC അധ്യക്ഷ പദവിയിലെത്തിയത്. 1998 വയലാർ രവി സ്ഥാനമൊഴിഞ്ഞപ്പോഴാണ് ആദ്യം പദവിയിലെത്തുന്നത്. 2001 കെ മുരളീധരന് വേണ്ടി ഒഴിയും വരെ തുടർന്നു. പിന്നീട് മുരളീധരൻ മന്ത്രിയായപ്പോൾ താൽക്കാലിക ചുമതലക്കാരനായ PP തങ്കച്ചന് പകരക്കാരനായി 2004 വീണ്ടും KPCC അധ്യക്ഷൻ. 2005 രമേശ് ചെന്നിത്തല വരും വരെ സ്ഥാനത്ത് തുടർന്നു. 5 തവണ അടൂരിൽ നിന്നും മത്സരിച്ച തെന്നല 77-ലും 82-ലും വിജയിച്ചു. 1991-ലും 92-ലും 2003-ലുമായി 3 ടേം രാജ്യസഭാംഗമായി. കോൺഗ്രസിലെ കൊടും തർക്കങ്ങളുടെ കാലത്ത് ഇതിനിടയിൽ ചുണ്ടിനും കപ്പിനുമിടയിൽ മന്ത്രിസ്ഥാനം നഷ്ടമായെങ്കിലും അന്നും പ്രതിഷേധമില്ലാതെ തെന്നല പാർട്ടിക്കൊപ്പം നിന്നു. കോൺഗ്രസിലെ കൊടും തർക്കങ്ങളുടെ കാലത്ത് ഇരുപക്ഷത്തിനും സ്വീകാര്യനായ സമവായക്കാരൻ കൂടിയായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. തെന്നല ബാലകൃഷ്ണപിള്ളയുടെ നിയോഗത്തിൽ അനുസ്മരിച്ച് നേതാക്കൾ. കോൺഗ്രസിലെ സൗമ്യ സാന്നിധ്യമായിരുന്നു തെന്നലയെന്ന് നേതാക്കൾ ഓർത്തെടുത്തു. ബഹുമാന്യനായ മുൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള സാറിന്റെ ദേഹവിയോഗം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വലിയ ദുഃഖവും തീരാ നഷ്ടവുമാണ് വരുത്തിയിട്ടുള്ളത്. കേരളത്തിലെ കോൺഗ്രസിന്റെ സൗമ്യ നേതൃത്വമായിരുന്നു ശാന്തതയുടെയും നന്മയുടെയും ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും പര്യായമായിരുന്നു ശ്രീ തെന്നല സാർ. വിവിധ തലങ്ങളിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, KPCC ജനറൽ സെക്രട്ടറി, KPCC പ്രസിഡന്റ് തുടങ്ങിയ ചുമതലകളിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തു. MLA, രാജ്യസഭാംഗം എന്ന നിലയിലും തെന്നല സാർ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സേവനം എന്നും കേരളത്തിലെ കോൺഗ്രസ് നന്ദിയോടെ ഓർമ്മിക്കും. തെന്നല സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുനാഥനായിട്ടാണ് ഞാൻ എപ്പോഴും അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. അദ്ദേഹം അടൂരിന്റെ MLA ആകുന്ന സമയത്ത് ഞാനന്ന് കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഒരു പ്രവർത്തകനായി അദ്ദേഹത്തിന് വേണ്ടി ഓരോ സ്ഥലത്തും പോകുവാനും പ്രസംഗിക്കുവാനും ഒക്കെ നടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ സ്മരിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ സൗമ്യമായ മുഖമാണ് എപ്പോഴും മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. ആ സൗമ്യമായ മുഖം എന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ പാർട്ടിയെ എത്രമാത്രം ശക്തമാക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് ഏറ്റവും സ്മരണീയമായ ഒരു കാര്യമായി ഞാൻ കാണുകയാണ്. തെന്നല സാറ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു സൗമ്യ മുഖമായിരുന്നു. മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ആരംഭിച്ച് KPCC പ്രസിഡന്റായി നിരവധി തവണ പ്രവർത്തിച്ച്
കേരളത്തിലെ കോൺഗ്രസുകാർക്ക് മുഴുവൻ സ്വീകാര്യനായ, ജനങ്ങൾക്ക് മുഴുവൻ ഇഷ്ടപ്പെട്ട ഒരു നേതാവായിട്ട് നമുക്ക് തെന്നല സാറിനെ വിലയിരുത്താൻ കഴിയുന്നതാണ്. കേരളത്തിലെ കോൺഗ്രസിൽ എന്നെല്ലാം പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ അന്നെല്ലാം തെന്നല സാറിനെ വിളിക്കുമ്പോൾ ആ പ്രതിസന്ധിക്ക് ഒരയവുണ്ടാകുമായിരുന്നു. എല്ലാവർക്കും സ്വീകാര്യമായ നിലയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അതിന്റെ കാരണം. ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച് ആ കുടുംബത്തിലെ വസ്തുവകകൾ പോലും വിറ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച സത്യസന്ധനായ ഒരു രാഷ്ട്രീയ നേതാവായി നമുക്ക് അദ്ദേഹത്തെ വിലയിരുത്താൻ കഴിയും. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ നിലമ്പൂരിൽ പോരുമുറുകുന്നു. പെരുന്നാൾ അവധി വിവാദം നിലമ്പൂരിൽ പ്രചരണ വിഷയമാക്കി UDF. അനാവശ്യ വിവാദം എന്ന് പറഞ്ഞ് ഇടതുമുന്നണി കരുതലോടെ പ്രതികരിക്കുമ്പോൾ ഇരു മുന്നണികളും പ്രീണന രാഷ്ട്രീയം കളിക്കുന്നതായി BJP കുറ്റപ്പെടുത്തുന്നു. ബലിപെരുന്നാൾ അവധി വെള്ളിയാഴ്ചയിൽ നിന്നും ശനിയാഴ്ചത്തേക്ക് മാറ്റിയ സർക്കാർ ഉത്തരവിനെതിരെയായിരുന്നു ആദ്യം UDF രംഗത്തു വന്നത്. മണിക്കൂറുകൾക്കകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച അവധി നൽകി സർക്കാർ ഉത്തരവ് വന്നെങ്കിലും വിഷയം നിലമ്പൂരിൽ ചർച്ചയാക്കുകയാണ് UDF. ന്യൂനപക്ഷങ്ങളോട് സർക്കാരിന് പ്രതികാര മനോഭാവമാണെന്നും അവധി നൽകിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നുമാണ് ലീഗിന്റെ ആരോപണം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലടക്കം ഈ ഗവൺമെന്റിനെതിരെ മുസ്ലിം സമുദായം പ്രതികരിച്ചിട്ടുണ്ട്. ആ ഏകോപനം ഉണ്ടായിട്ടുണ്ട്. അവരോടുള്ള പ്രതികാരം നടത്തുന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അതാണ് വഖഫിലും കണ്ടത്. ഇതിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ അതാണ്. ധാരാളം വിവേചനങ്ങൾ നടക്കുന്നു. അവരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുന്നു. LDFന്റെ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകളുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമെന്ന വിമർശനവുമായി PV അൻവറും സർക്കാരിനെതിരെ രംഗത്ത് വന്നു. LDFനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞല്ലോ, അവരുടെ ഏകപക്ഷീയമായിട്ടുള്ള ന്യൂനപക്ഷ വിരുദ്ധത ഓരോ ഘട്ടത്തിലും പ്രകടിതമാവുകയാണ്. പിന്നെ ന്യൂനപക്ഷങ്ങളും പൊതുസമൂഹങ്ങളും അതിനെ എതിർക്കുമ്പോഴാണ് അതിന് പിന്മാറിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള എത്രയോ സംഭവങ്ങൾ ഈ ഗവൺമെന്റ് ആവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡിറ്റാണ് ഇന്നലെ ഉണ്ടായത്. എന്നാൽ വിവാദത്തിൽ കരുതലോടെ നീങ്ങുകയാണ് LDF. പ്രചാരണത്തിൽ വർഗീയ വിഷം കലർത്താൻ ശ്രമിക്കുന്നുവെന്നാണ് UDF ആരോപണത്തിലുള്ള വിമർശനം. അത് എല്ലാം വർഗീയമാണ്. ഓരോന്നിൻ്റെയും മേലെ മെല്ലെ വർഗീയതയിലേക്ക് എത്തിക്കാനാണ് ഓരോരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഒരു അവധി സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചു. സാധാരണ രീതിയിൽ ഇന്നായിരുന്നു വേണ്ടത്, ഇന്നല്ല നാളെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തേത് മാറ്റി നാളത്തേക്കാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മേലെ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ എന്നാൽ ഇന്നും നാളെയായി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും നാളെയും അവധിയായി. അതിലെന്താ വലിയ വേറെ പ്രശ്നങ്ങൾ? വെറുതെ അതാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ കുറച്ച് വർഗീയത കലർത്താൻ വേണ്ടി ശ്രമിക്കും. അത് വേഷമാണ്. വളരെ ആരോഗ്യകരമായ ജനാധിപത്യ സംവാദങ്ങൾ, വികസനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, സർക്കാരിൻ്റെ നയപരിപാടികളും മറ്റും പരിശോധിക്കപ്പെടേണ്ട വേദി, ഇതൊക്കെയാണ് സത്യത്തിൽ തെരഞ്ഞെടുപ്പ്. എന്നാൽ ആദ്യം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ വഴിതെറ്റിക്കാൻ, അതിൽ വർഗീയ വിഷം കലർത്താനൊക്കെയുള്ള ആസൂത്രിതമായ നീക്കമാണ് ചില കോണുകളിൽ നിന്നുണ്ടാകുന്നത്. അതിൻ്റെ ഒരു കാരണം അവര് ആരോഗ്യകരമായ ഒരു ജനാധിപത്യ പോരാട്ടത്തിൽ അശക്തരായി എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ശൂന്യതയിൽ നിന്നുണ്ടാക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വെറും ബഹളമാണ്. എന്നിട്ട് അതിൽ നമ്മളെ കൊണ്ട് നിലമ്പൂരിൽ LDFും UDFും ഒരുപോലെ ന്യൂനപക്ഷ പ്രീണനത്തിന് ശ്രമിക്കുന്നതായി BJP ആരോപിച്ചു. ഒരു മതവിശ്വാസ പ്രകാരമുള്ള ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസികളുടെ ഒരു ഉത്സവത്തെ അതിനെപ്പോലും എന്തിനാണ് ഇവർ ഈ വോട്ട് രാഷ്ട്രീയം കളിക്കുന്നത്? അവധി പ്രഖ്യാപിച്ചു, നല്ല കാര്യം. അല്ലെങ്കിൽ അവധി ഇല്ല എന്നുള്ളത്. പക്ഷേ ആദ്യം അവധി ഇല്ല എന്ന് പറയുന്നു, അതിനുശേഷം വീണ്ടും അവധി കൊടുക്കുന്നു. അത് ഒരു പ്രീണനം അവിടെ കാണിക്കുന്നു. ഇനി അത് സർക്കാർ അതിന് എതിരായ നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞ് കോൺഗ്രസ് അതിനെ വീണ്ടും പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് ഈ നാടിനാവത്താണ്. ഇവിടുത്തെ വിശ്വാസങ്ങളുടെ വഴിക്ക് വിടുക. മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലെ മലപ്പുറം പരാമർശത്തിന് പിന്നാലെ പെരുന്നാൾ അവധി കൂടി UDF നിലമ്പൂരിൽ പ്രചാരണ വിഷയമാക്കുമ്പോൾ മുഖ്യമന്ത്രി ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലെ മലപ്പുറം പരാമർശത്തിന് പിന്നാലെ പെരുന്നാൾ അവധി കൂടി UDF നിലമ്പൂരിൽ പ്രചാരണ വിഷയമാക്കുമ്പോൾ വികസന രാഷ്ട്രീയം മുൻനിർത്തി പ്രതിരോധം തീർക്കാനാണ് LDFന്റെ ശ്രമം. ന്യൂസ് 18 മലപ്പുറം. ദുർബലന്റെ മുഖത്ത് തുപ്പുന്ന കോൺഗ്രസ് സമീപനമാണ് KC വേണുഗോപാലിന്റെ പെൻഷൻ വിരുദ്ധ പരാമർശമെന്ന് CPM. പെൻഷൻ വാങ്ങുന്നവർ കൈക്കൂലി വാങ്ങുന്നവരാണെന്ന് ഒരു പൊതുപ്രവർത്തകൻ പറയുന്നത് ആലോചിക്കാൻ പോലും കഴിയില്ലെന്നും CPM PB അംഗം A. വിജയരാഘവൻ പറഞ്ഞു.
ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല അവകാശമാണെന്ന മുദ്രാവാക്യവുമായി നിലമ്പൂരിൽ CPM സംഘടിപ്പിച്ച ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേമ പെൻഷൻ നൽകുന്നതിനെതിരെ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നടത്തിയ പ്രസ്താവന നിലമ്പൂരിൽ ചർച്ചയാക്കുകയാണ് CPM. പണം വാങ്ങി വോട്ട് ചെയ്യുന്നവരായി പാവപ്പെട്ടവരെ ചിത്രീകരിക്കുകയാണ് കോൺഗ്രസ് എന്നാണ് ആരോപണം. വിഷയം തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി നിർത്താൻ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കൂട്ടായ്മ ഇടതുമുന്നണി ചന്തക്കുന്നിൽ സംഘടിപ്പിച്ചു. കൈക്കൂലി വാങ്ങുന്നവരാണ് അല്ലേ? കൈക്കൂലി സർക്കാർ കൊടുക്കുകയാണെന്നല്ലോ പറയുന്നത്. അപ്പൊ സർക്കാർ കൈക്കൂലി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ പാവങ്ങൾ എന്തായത് കൈക്കൂലി മേടിക്കുക? മനസ്സിലായോ? മാനം കെട്ട വാക്പ്രയോഗട്ടാ. പക്വതയുള്ള ഒരാൾ അങ്ങനെ സംസാരിക്കില്ല. മനസ്സിലായല്ലോ? അത് പുറത്തേക്ക് ചാടിപ്പോയി. അവളല്ലേ സത്യം മനസ്സിലായത്. പാവങ്ങളോട് എത്ര പുച്ഛമാണ് എന്നുള്ളതാണ്. സാധാരണ മനുഷ്യനോട് ഈ കോൺഗ്രസ് നേതൃത്വത്തിന് UDF നേതൃത്വത്തിന് പരമപുച്ഛമാണ് എന്ന് ബോധ്യപ്പെടുകയാണ്. ദുർബലന്റെ മുഖത്ത് തുപ്പുന്ന നിലപാടാണ് ഇവിടെ ഈ നിലമ്പൂരിൽ വന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുടനീളം ഈ വിഷയമുയർത്തി പ്രതിപക്ഷത്തെ ആക്രമിക്കാനാണ് ഇടതുമുന്നണി തീരുമാനം. ക്ഷേമവും വികസനവും ഇല്ലാതാക്കാൻ UDF ശ്രമിക്കുന്നുവെന്നും ഇടതുമുന്നണി ആരോപിക്കുന്നു. ന്യൂസ് 18 നിലമ്പൂർ. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ തിക്കിലും തിരക്കിലും പെട്ട് 11 പേർ മരിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. RCB മാർക്കറ്റിംഗ് മേധാവി, ഇവന്റ് മാനേജ്മെന്റ് കമ്പനി പ്രതിനിധി എന്നിവരടക്കം 4 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ചാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തതെന്നാണ് വിവരം. ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി സിദ്ധരാമയ്യ RCB മാനേജ്മെന്റ്, ഇവന്റ് മാനേജ്മെന്റ് കമ്പനി പ്രതിനിധികൾ എന്നിവരെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടിരുന്നു. പിന്നാലെയാണ് കേസിലെ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. RCB മാർക്കറ്റിംഗ് മേധാവി നിഖിൽ സോസാല, ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ DNA-യുടെ പ്രതിനിധി സുനിൽ മാത്യു, കിരൺ, സുമന്ത് എന്നിവരാണ് അറസ്റ്റിലായത്. പോലീസ് ഇന്നലെ കേസെടുത്തതിന് പിന്നാലെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ ഒളിവിൽ പോയെന്നും പോലീസ് വ്യക്തമാക്കി. RCBയുടെ കന്നി IPL കിരീട നേട്ടത്തിന് പിന്നാലെ നടന്ന ആഘോഷ പരിപാടിക്കിടെയാണ് തിക്കിലും തിരക്കിലും പെട്ട് 11 പേർ മരിച്ചത്. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത കർണാടക ഹൈക്കോടതി സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 10-നകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. അതേസമയം ബംഗളൂരു പോലീസ് കമ്മീഷണർ B. ദയാനന്ദൻ ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കഴിഞ്ഞ ദിവസം നടപടി സ്വീകരിച്ചിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ, ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ ചുമതലയുള്ള അഡീഷണൽ കമ്മീഷണർ, DCP, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ, കബ്ബൻ പാർക്ക് പോലീസ് ഇൻസ്പെക്ടർ എന്നിവരെ സസ്പെൻഡ് ചെയ്തതായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചു. എന്നാൽ സർക്കാർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് BJP രംഗത്തെത്തിയിരുന്നു. എല്ലാം അറിഞ്ഞിട്ടും കപ്പിൽ മുത്തം നൽകി ഫോട്ടോ എടുക്കാനാണ് DK ശിവകുമാർ ശ്രമിച്ചതെന്നും മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നും BJP ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജായ ചെനാബ് മേൽപ്പാലം രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജമ്മു കാശ്മീരിലെ ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പാലം. കാശ്മീർ താഴ്വരയെ ഇന്ത്യയിലെ റെയിൽ ശൃംഖലയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാന പാത കൂടിയാണ്. ചെനാബ് നദിയിൽ നിന്നും 359 മീറ്റർ ഉയരത്തിലുള്ള പാലത്തിലൂടെ ലോകാത്ഭുതമായ ഈഫൽ ടവറിനേക്കാളും 35 മീറ്റർ അധികം ഉയരം ഈ പാലത്തിനുണ്ട്. ഭീകരവാദത്തിന് എതിരായ പോരാട്ടത്തിൽ ഇന്ത്യയുമായി സഹകരിക്കുമെന്ന് അമേരിക്ക. ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം US വൈസ് പ്രസിഡന്റ് JD വാൻസിനെ കണ്ടു. US മധ്യസ്ഥത വേണ്ടെന്ന് JD വാൻസിനെ അറിയിച്ചതായി തരൂർ പ്രതികരിച്ചു. I mean, let me say the meeting with Vice President Vance was outstanding. It was very, very good, very clear. I think we made our position amply clear on this question of mediation, and Vice President Vance fully understood our points. The main point is mediation implies an equivalence between two parties, and there can be no equivalence between terrorists and their victims, between those who are offering safe havens to terrorists, and on the other one, on our hand, multi-party democracy. On the one hand, place from which attacks are coming, another country which is in the process of defending itself, exercising its right to self-defense. There can be no equivalence. And therefore, I think that we suggested that that would not be an appropriate way of looking at it. And the message has been very clearly understood by the Vice President, and certainly at other levels of the system, I think the message has been clearly understood. വീണ്ടും നിരക്ക് കുറച്ച് സാമ്പത്തിക വർഷത്തെ രണ്ടാമത്തെ പണനയം RBI പ്രഖ്യാപിച്ചു. അടിസ്ഥാന പലിശ നിരക്കായ റിപ്പോയിൽ 0.5% ഇളവാണ് പ്രഖ്യാപിച്ചത്. ഇതോടെ
റിപ്പോ നിരക്ക് 5.50%. ഇതോടെ വായ്പാ നിക്ഷേപ പലിശ നിരക്കിൽ കുറവുണ്ടാകും. പണപ്പെരുപ്പം കുറയ്ക്കുക, വളർച്ചയ്ക്ക് മുൻഗണന നൽകുക എന്നീ ലക്ഷ്യത്തിലാണ് തുടർച്ചയായ 3ാം തവണയും നിരക്ക് കുറയ്ക്കാൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചത്. വിപണിയിൽ പണലഭ്യത ഉറപ്പാക്കാനായി കരുതൽ ധനാനുപാതം 1% കുറച്ചു. നിലവിലെ 4% നിന്നും 3% താഴ്ത്തിയത്. നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസിനെതിരെ വധഭീഷണി. പ്രൊഡക്ഷൻ കൺട്രോളറായ റെനി ജോസഫാണ് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. എന്നാൽ പരാതി നൽകിയിട്ടും പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നാണ് സാന്ദ്ര തോമസിന്റെ പരാതി. സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് റെനി ജോസഫ് സാന്ദ്രയെ ഫോണിൽ വിളിച്ച് വധഭീഷണി മുഴക്കിയത്. കമ്മീഷണർക്ക് സാന്ദ്ര പരാതി നൽകി. 400 അംഗങ്ങളുള്ള ഫെഫ്കയുടെ വാട്സപ്പ് ഗ്രൂപ്പിലും റെനി ജോസഫ് ഭീഷണി സന്ദേശമിട്ടു. ഈ സാന്ദ്ര കൂടുതൽ വിളഞ്ഞ ഈ സാന്ദ്ര ഞാൻ പറഞ്ഞു, നീ കൂടുതൽ വിളഞ്ഞ നിന്നെ തല്ലിക്കൊന്ന് കാട്ടിക്കളുടെ അവള്. ഞാൻ പറഞ്ഞു, ഞാൻ നിന്റെ അപ്പനെ തോമസിനെ എടുക്കും. ഞങ്ങൾ കൊടുത്ത ഔദാര്യമാണ് ഈ സാന്ദ്ര തോമസ്. അസോസിയേഷനോട് പറയാണ്, വിടൂല്ല. സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻ കൺട്രോളർ മാറ്റം പറ്റി അനാവശ്യം പറഞ്ഞ ആദ്യം അപ്പനെടുത്ത് കമ്പത്തിൽ കെട്ടിച്ച് ഞാനടിക്കും, കൊല്ലും, തല്ലിക്കൊന്ന് ജയിലിൽ പോകും. സാന്ദ്രയുടെ അച്ഛനെയും അസഭ്യം പറയുന്നുണ്ട്. പാലാരിവട്ടം പോലീസ് കേസെടുത്തുവെങ്കിലും അന്വേഷണം മുന്നോട്ടു പോകുന്നില്ലെന്നാണ് സാന്ദ്രയുടെ പരാതി. ഫെഫ്ക ജനറൽ സെക്രട്ടറിയുടെ സ്വാധീനമാകാം അതിന് കാരണമെന്നും സാന്ദ്ര ആരോപിക്കുന്നു. എന്നെ ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ആദ്യം വളരെ മോശമായിട്ടൊക്കെ സംസാരിച്ചു. ഞാനും കുഞ്ഞുങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നാളെ രാവിലെ സംസാരിക്കാൻ ചേട്ടാ, ഇപ്പം സംസാരിക്കാൻ പറ്റില്ല, രാത്രിയായി, കുട്ടികളെ ഉറക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തു. പിന്നെ അദ്ദേഹം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ എടുത്തിട്ട് സ്പീക്കറിലിട്ടു അറിയാതെ. കാര്യം എനിക്ക് 2 കൈകളിലും കുഞ്ഞുങ്ങളായിരുന്നു. അപ്പം സ്പീക്കറിലിട്ടപ്പോൾ അദ്ദേഹം വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ വേഗം SIT വിളിച്ചാൻ പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാനും കുട്ടികളും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി കൊല്ലൂ എന്ന് പറയുന്നു. അപ്പോൾ അവർ വേഗം പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് ഡ്യൂട്ടിക്ക് ഒരാളെ വിട്ടുതരാം എന്ന് പറഞ്ഞിരുന്നു. കോടതിയിലാണ് ഇനി പ്രതീക്ഷയെന്ന് സാന്ദ്രയുടെ പിതാവ് തോമസ്. അത് ഈ ഒരു ഭീഷണി എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇത് അതുമല്ല, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോഴത്തേന് ഞാൻ മോളോട് പറഞ്ഞു, മോളെ നമുക്ക് നിയമപരമായിട്ട് പോകാം, പോലീസിനെയും കോടതിയും ഇത് ചെയ്യാം. ഇപ്പം നമുക്ക് ഇത്ര നാളായിട്ടും പോലീസിൽ നിന്ന് യാതൊരു ഒരു ഇത് ഉണ്ടായിട്ടില്ല, നമുക്ക് സപ്പോർട്ടും ഉണ്ടായിട്ടില്ല. ഇപ്പം ഇനിയിപ്പം നമുക്ക് ബഹുമാനപ്പെട്ട കോടതിയെ ആശ്രയിക്കുക എന്നുള്ളതേ ഉള്ളൂ നമുക്ക്. പരാതിയിൽ പോലീസ് നടപടിയെടുക്കാത്തതിൽ അന്വേഷണം ആവശ്യപ്പെട്ട DGPക്കും വിജിലൻസിനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സാന്ദ്ര തോമസ്. ന്യൂസ് 18 കൊച്ചി. വ്യാജ പോക്സോ കേസ് പ്രചരിപ്പിച്ച് വിദ്യാർത്ഥിനിയെ മാനസികമായി പീഡിപ്പിച്ച അധ്യാപികയ്ക്കെതിരെ പോക്സോ കേസ്. തിരുവനന്തപുരം കിളിമാനൂർ RRVHSലെ അധ്യാപികയായ CR ചന്ദ്രലേഖയ്ക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിക്ക് ഉൾപ്പെടെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. കിളിമാനൂർ RRVHSലെ +2 അധ്യാപിക CR ചന്ദ്രലേഖയ്ക്കെതിരെയാണ് പോക്സോ കേസ്. വിദ്യാർത്ഥിനിക്കെതിരെ വ്യാജ പോക്സോ കേസ് പ്രചരിപ്പിച്ച് മാനസികമായി പീഡിപ്പിച്ചുവെന്ന പരാതിയിലാണ് നടപടി. ചോദ്യം ചെയ്യലിന് ശേഷം അധ്യാപികയ്ക്കെതിരെ വകുപ്പുതല നടപടിയുണ്ടാകും. തുടർന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് ആലോചിക്കുന്നത്. പെൺകുട്ടിയുടെ അമ്മ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി DGPക്ക് കൈമാറിയിരുന്നു. തുടർന്നാണ് കിളിമാനൂർ പോലീസ് കേസെടുത്തത്. ആറ്റിങ്ങൽ DYSPക്കാണ് അന്വേഷണ ചുമതല. എതിർചേരിയിലെ അധ്യാപകൻ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നായിരുന്നു പ്രചാരണം. അധ്യാപകർ തമ്മിലുള്ള കുടിപ്പകയാണ് വിദ്യാർത്ഥിനിയുടെ പഠനവും ഭാവിയും അനിശ്ചിതത്വത്തിലാക്കിയത്. അപമാനഭാരത്താൽ പഠനം ഉപേക്ഷിക്കേണ്ട ഗതികേടിലായി. അധ്യാപിക തന്നെയാണ് ഇക്കാര്യങ്ങൾ പ്രചരിപ്പിച്ചതെന്ന് വിദ്യാർത്ഥിനി പറയുന്നു. CWCയിലും പോലീസിലും അധ്യാപിക വ്യാജ പരാതി നൽകി. CWC അന്വേഷണത്തിൽ ഉൾപ്പെടെ വ്യാജ പ്രചരണമാണെന്ന് കണ്ടെത്തി. +1 പഠിക്കുന്നതിനിടെ പെൺകുട്ടിക്ക് സൈലന്റ് ഫിറ്റ്സ് എന്ന രോഗം പിടിപെട്ടിരുന്നു. ചികിത്സയിലായതിനാൽ 4 മാസം സ്കൂളിൽ പോയില്ല. രോഗം മാറിയപ്പോൾ സ്കൂളിൽ പോകണമെന്നുണ്ടായിരുന്നുവെങ്കിലും ഭയമായി. അധ്യാപകനുമായി പരിചയം പോലും ഉണ്ടായിരുന്നില്ല. നാണക്കേട് കാരണം മുടി മുറിച്ച് നടക്കേണ്ട അവസ്ഥയായിരുന്നു. ഒരു അധ്യയന വർഷവും നഷ്ടമായി. ന്യൂസ് 18 തിരുവനന്തപുരം. കായംകുളത്ത് ദേശീയപാത നിർമ്മാണത്തിനായി എടുത്ത കുഴിയിൽ വീണ് യുവാവിന് ദാരുണാന്ത്യം. എരുവ നിറയൽമുക്ക് സ്വദേശി ആരോമലാണ് മരിച്ചത്. സമീപത്തായി മറ്റൊരു അപകടത്തിലും യാത്രക്കാരന് പരിക്കേറ്റു. മുന്നറിയിപ്പ് സംവിധാനം ഇല്ലാത്തതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു.
തിരുവനന്തപുരം ശ്രീചിത്രയിൽ ശസ്ത്രക്രിയകൾ മുടങ്ങും. ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയകളാണ് മുടങ്ങുക. ഉപകരണങ്ങൾ വാങ്ങി നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. തിങ്കളാഴ്ച മുതൽ ശസ്ത്രക്രിയകൾ നിർത്തിവെക്കുമെന്ന് ഡോക്ടർമാർ ശ്രീചിത്ര ഡയറക്ടർക്ക് കത്ത് നൽകി. ന്യൂറോ ഇന്റർവെൻഷണൽ റേഡിയോളജി, പെരിഫറൽ വാസ്കുലാർ ഇന്റർവെൻഷണൽ റേഡിയോളജി, ഇന്റർവെൻഷണൽ കാർഡിയോളജി എന്നീ ഡിപ്പാർട്ട്മെന്റുകളിലാണ് ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലാത്തതിന്റെ പേരിൽ ശസ്ത്രക്രിയകൾ നിർത്തിവെക്കുന്നത്. 2023 ഡിസംബർ മുതലുള്ള കരാറാണ് മെഡിക്കൽ ഉപകരണ വിതരണക്കാരുമായി ശ്രീചിത്രയ്ക്കുള്ളത്. ഉപകരണങ്ങൾക്ക് വില കൂട്ടിയിട്ടും കരാർ പുതുക്കി നൽകിയില്ല. ഇതോടെ പല കമ്പനികളും വിതരണം നിർത്തി. ഇതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. പക്ഷാഘാതം, അർബുദം തുടങ്ങിയ രോഗങ്ങൾക്ക് സമയബന്ധിതമായി ചികിത്സ കിട്ടുന്നില്ലെന്ന പരാതിയുണ്ട്. തലച്ചോറിലെ രക്തക്കുഴലുകളിലെ അന്യൂറിസം ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കോയിൽ, ആൻജിയോപ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന സ്റ്റെന്റ്, ബലൂണ് എന്നിവയ്ക്കാണ് കടുത്ത ക്ഷാമം നേരിടുന്നത്. തിങ്കളാഴ്ച മുതൽ ശസ്ത്രക്രിയകൾ നിർത്തിവെക്കുമെന്നറിയിച്ച് ഡോക്ടർമാർ ശ്രീചിത്ര ഡയറക്ടർക്ക് കത്ത് നൽകി. കരാർ പുതുക്കാത്തത് മൂലമുള്ള പ്രശ്നങ്ങൾ എല്ലാ വിഭാഗത്തിലും ഇല്ലെന്നും പുതിയ പദ്ധതികൾ നടപ്പാക്കുന്നതോടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും ശ്രീചിത്ര അധികൃതർ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സ്പേസ് എക്സ് ഉടമ ഇലോൺ മസ്കുമായുള്ള തർക്കം വഷളാവുകയാണ്. രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും നടപടികൾക്കും ഒടുവിൽ ലൈംഗിക പീഡന ആരോപണത്തിലേക്ക് വരെ എത്തി നിൽക്കുകയാണ് ഇരുവരും തമ്മിലുള്ള തർക്കം. ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും അടിസ്ഥാനപരമായി കച്ചവടക്കാരാണ്. വെറും കച്ചവടക്കാരല്ല, വിചിത്ര വഴികളിലൂടെ സഞ്ചരിച്ച് അത്ഭുത വിജയങ്ങൾ സാധ്യമാക്കിയവർ, കിറുക്കൻ സ്വപ്നങ്ങൾ സാധ്യമാക്കി ലോകത്തെ ഞെട്ടിച്ചവർ. കഴിഞ്ഞ US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇരുവരും യോജിച്ചു. ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി. ഒപ്പം നിന്ന ഇലോൺ മസ്കിനെ സർക്കാർ കാര്യക്ഷമതാ വകുപ്പിന്റെ തലവനാക്കി. മത്സരിച്ച് വിചിത്ര പരിഷ്കാരങ്ങൾ നടപ്പാക്കി മുന്നേറിയ ഇവരുടെ മധുവിധുകാലം അധികം നീണ്ടില്ല. മസ്കിനെ ട്രംപ് പുറത്താക്കി. സോഷ്യൽ മീഡിയ താരങ്ങൾ കൂടിയായ ഇരുവരും പോര് അവിടേക്കും നീട്ടി. ഏറ്റവും ഒടുവിൽ ട്രംപിനെതിരെ മസ്ക് ലൈംഗിക പീഡന ആരോപണം ഉന്നയിക്കുന്നു. ജെഫ്രി എംസ്റ്റൈൻ ബാലപീഡന പരമ്പരയിൽ ട്രംപിന് പങ്കുണ്ടെന്നാണ് ആരോപണം. ഈ കേസ് ട്രംപ് രഹസ്യമാക്കി വെച്ചതിനു കാരണം ഇതാണെന്നും മസ്ക്. ബിഗ് ബോംബ് എന്ന തലക്കെട്ടിലാണ് ഈ പോസ്റ്റ് കുറിച്ചു വെച്ചോളൂ, സത്യം പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന് മസ്ക് പോസ്റ്റ് ഇട്ടത്. ഇതും പോരാഞ്ഞ് ട്രംപിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന വാദത്തെ പിന്തുണച്ചും ഇലോൺ മസ്ക് രംഗത്തെത്തി. മസ്കിന്റെ കമ്പനികൾക്കുള്ള US സർക്കാർ കരാറുകൾ റദ്ദാക്കുമെന്നും സബ്സിഡികൾ നിർത്തലാക്കുമെന്നും പ്രഖ്യാപിച്ചാണ് ട്രംപ് തിരിച്ചടിച്ചത്. പിന്നാലെ മസ്കിന്റെ ഓഹരികൾ മാത്രമുണ്ടായ ഇടിവ് $15,000 കോടി. അങ്ങനെയെങ്കിൽ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ പേടകം ഉടൻ ഡീകമ്മീഷൻ ചെയ്യുമെന്നാണ് മസ്കിന്റെ ഭീഷണി. നിലവിൽ ബഹിരാകാശ നിലയത്തിലേക്കുള്ള വിക്ഷേപണങ്ങൾക്കായി നാസ ആശ്രയിക്കുന്നത് സ്പേസ് എക്സിനെയാണ്. നിലവിൽ മറ്റു വഴികൾ നാസയ്ക്ക് മുന്നിലില്ല താനും. എന്തായാലും ട്രംപ് മസ്ക് പോര് ലൈംഗികാരോപണം മുതൽ ബഹിരാകാശ സഞ്ചാരം വരെ എത്തി നിൽക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി സകലമാന കേരളം കാണാം. ആര്യ ആർ ദേവൻ ചേരും.